നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ സിലബസിൽ ജിയോഗ്രഫി പാർട്ടിൽ എടുത്തു പറയുന്ന ടോപ്പിക്കുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ട, ഓർത്ത് മനസ്സിലാക്കി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യല്. എല്ലാ പോയിന്റും നോട്ടുകൾ എഴുതി വെക്കുക, എഴുതി വെച്ച് തന്നെ റിവിഷൻ ചെയ്ത് തന്നെ പഠിച്ചു മുന്നോട്ട് പോകുക. ഓക്കെ, വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് വെഗ്നർ ആണെന്ന് നമുക്കറിയാം അല്ലേ? അതൊരു ബേസിക് ഫാക്റ്റ് ആണ്. ആൽഫ്രഡ് വെഗ്നർ ആണ് വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആധുനിക അറ്റ്ലസിന്റെ പിതാവ് എന്നറിയപ്പെട്ട ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് എബ്രഹാം ഓർട്ടേലിയസ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എബ്രഹാം ഓർട്ടേലിയസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹമാണ് ആധുനിക അറ്റ്ലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം അഭിപ്രായപ്പെട്ട ഒരു കാര്യമുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു അഭിപ്രായം അത് എബ്രഹാം ഓർട്ടേലിയസ് ആണ് പറഞ്ഞത്. എങ്ങനെ? തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, ഈ 4 ഭൂഖണ്ഡങ്ങളും ഒരു കാലത്ത് ഒരുമിച്ച് നിലനിന്നിരുന്ന ഭൂഖണ്ഡങ്ങളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? എബ്രഹാം ഓർട്ടേലിയസ്. അത് മറന്നു പോകരുത്. 4 ഭൂഖണ്ഡങ്ങളും ഒരുമിച്ച് നിലനിന്നിരുന്നു. ഇതിനിടയിൽ യാതൊരു സമുദ്രങ്ങളും ഇല്ലായിരുന്നു. ഇതൊരൊറ്റ ഭൂഖണ്ഡമായിട്ട്, ഈ 4 ഭൂഖണ്ഡങ്ങളും ചേർന്ന് ഒരൊറ്റ ഭൂഖണ്ഡമായിട്ട് നിലനിന്നിരുന്നു എന്ന് ലോകത്ത് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? എബ്രഹാം ഓർട്ടേലിയസ്. അദ്ദേഹം ആധുനിക അറ്റ്ലസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹം ഈ ആധുനിക അറ്റ്ലസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണം തന്നെ ഈ 4 ഭൂഖണ്ഡങ്ങൾ ഒന്നിച്ച് കിടക്കുന്നു എന്ന് മറ്റ് ലോകത്തിന് മുമ്പിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റാണ്, ഈ 3 വൻകരകളെയും ചേർത്ത് ആദ്യമായിട്ട് ഭൂപടം തയ്യാറാക്കി വൻകര വിസ്ഥാപന സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ച മറ്റൊരു സയന്റിസ്റ്റ് ആണ് ആരെന്ന് പറയുന്നത്? അന്റോണിയോ പെല്ലിഗ്രിനി. ഇതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്റോണിയോ പെല്ലിഗ്രിനി അദ്ദേഹം ഈ 3 വൻകരകളെയും ചേർത്ത് ആദ്യമായിട്ട് ഭൂപടം തയ്യാറാക്കിക്കൊണ്ട് വൻകര വിസ്ഥാപന സാധ്യതകളുടെ ചരിത്രത്തെക്കുറിച്ച്, വൻകര വിസ്ഥാപന തിയറിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുമ്പോട്ട് വെച്ചതും അന്വേഷിച്ചതുമൊക്കെ ആരാണ്? അന്റോണിയോ പെല്ലിഗ്രിനി എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ അന്റോണിയോ പെല്ലിഗ്രിനിയെയും അതേപോലെ എബ്രഹാം ഓർട്ടേലിയസിനെയും നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കാരണം വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 2 ശാസ്ത്രജ്ഞന്മാരാണ് ആരൊക്കെ? എബ്രഹാം ഓർട്ടേലിയസും അതേപോലെ അന്റോണിയോ പെല്ലിഗ്രിനി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനും. പക്ഷേ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ പിതാവ്, അത് കൊണ്ടുവന്നത്, നടപ്പിലാക്കിയത്, ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ആൽഫ്രഡ് വെഗ്നർ ആണ്. അത് മറന്നുപോകരുത്. എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം ആൽഫ്രഡ് വെഗ്നർ അവതരിപ്പിച്ചു. അത് നമ്മൾ ആൾറെഡി പഠിച്ചു. 1912 ആൽഫ്രഡ് വെഗ്നർ എന്ത് ചെയ്തത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി അവതരിപ്പിക്കുന്നത്. സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണത്. സമുദ്രങ്ങളുടെയും വൻകരകളുടെയും വിതരണത്തെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണത്. വെഗ്നറുടെ അഭിപ്രായത്തിൽ ഇന്നുള്ള എല്ലാ വൻകരകളും പണ്ടൊരു ഏക ഭൂഖണ്ഡമായിരുന്നു. ഈ വൻ ഭൂഖണ്ഡത്തിന്റെ പേരാണ് പാഞ്ചിയ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ? എന്തെങ്കിലും ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മറന്നു പോകാതെ നോട്ട് ചെയ്ത് വെക്കുക. ആൽഫ്രഡ് വെഗ്നറുടെ അഭിപ്രായത്തിൽ ഇന്നുള്ള എല്ലാ വൻകരകളും പണ്ട് എന്തായിരുന്നു? ഒരു ഏക ഭൂഖണ്ഡത്തിന്റെ കീഴിലായിരുന്നു. ആ വൻ ഭൂഖണ്ഡത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? പാഞ്ചിയ എന്ന് പറയുന്നത്. പാഞ്ചിയെ ചുറ്റി പന്തലാസ എന്ന വൻ സമുദ്രം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഓക്കെ, മനസ്സിലായല്ലോ? പാഞ്ചിയെ ചുറ്റി എന്തുണ്ടായിരുന്നു? പന്തലാസ എന്ന് പറയുന്ന ഒരു വൻ സമുദ്രവും ഉണ്ടായിരുന്നു. ഈ ഒരു ഫാക്ട് മുമ്പോട്ട് വെച്ചത് ദ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. ഈ ഒരു ടെക്സ്റ്റിന്റെ പേരും നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ വേണം ചോദിച്ചേക്കാം. ദി ഒറിജിൻസ് ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ് ആൽഫ്രഡ് വെഗ്നർ എന്ത് ചെയ്തത്? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാഞ്ചിയ ആദ്യം 2 വലിയ വൻകരകളായി പിളർന്നു. എന്നിട്ട് അവ വടക്കോട്ടും തെക്കോട്ടും തെന്നിമാറി ലൗറേഷ്യ, ഗോണ്ട്വാന ലാൻഡ് എന്നീ 2 വൻകരകളുടെ ഉണ്ടായി. ആ 2 വൻകരകളുടെ മധ്യഭാഗത്തായിട്ട് തെതിസ് എന്ന് പറയുന്ന ഒരു സമുദ്രവും രൂപം കൊണ്ടുവന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ പറയുന്നത്. പാഞ്ചിയ എന്ന് പറയുന്ന ആ വലിയ ഭൂഖണ്ഡം ആദ്യം 2 വലിയ വൻകരകളായി എന്ത് ചെയ്തു? പിളർന്നു. ഒന്ന് വടക്കോട്ടും ഒന്ന് തെക്കോട്ടും മാറി.
അത് വടക്കോട്ട് പോയത് എന്താണ്? ലൗറേഷ്യ. തെക്കോട്ട് വന്നത് എന്താണ്? ഗോണ്ട്വാന ലാൻഡ്. എന്നീ ആ രണ്ട് വൻകരയുടെ മധ്യഭാഗത്തായിട്ട് എന്ത് ചെയ്തു? തെതിസ് എന്ന് പറയുന്ന ഒരു സമുദ്രവും രൂപം കൊണ്ടു എന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് വിഗ്നർ ഈ ഒരു ടെക്സ്റ്റിൽ പറയുന്നത്. ഓക്കെ, അദ്ദേഹം 1912 ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന ഒരു ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അതും നമ്മൾ മറന്നു പോകല്ലേ, അതും ചോദിച്ചിട്ടുള്ളതാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആൽഫ്രഡ് വിഗ്നർ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണും. അതിൽ ശരിയായത് ഏത്, തെറ്റായത് ഏത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സിമാമണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഇതെല്ലാം നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്. അറിഞ്ഞുകൂടാത്തവരെ അത് മനസ്സിലാക്കി നോട്ട് എഴുതി വെക്കുക. സിമാമണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നിമാറുന്നു എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഇത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റം, പരിണാമം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത്? വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഫലകചലന സിദ്ധാന്തം എന്ന് മറ്റൊരു തരത്തിൽ അറിയപ്പെടുന്നുണ്ട് ഇതിനെ. എങ്കിലും ഫലകചലന സിദ്ധാന്തം നമുക്ക് പ്രത്യേകം പഠിക്കാനുണ്ട്, അത് വേറെയാണ്. അപ്പോൾ ഫലകചലന സിദ്ധാന്തം എന്നൊരു പേര് കൂടി ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിനുണ്ട്. അപ്പോൾ വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റവും പരിണാമവും അവയെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന സിദ്ധാന്തമാണ് ഏതെന്ന് പറയുന്നത്? വൻകര വിസ്ഥാപന സിദ്ധാന്തവും അതുപോലെ തന്നെ ഫലകചലന സിദ്ധാന്തവും ഇത് തന്നെയാണ്. അതായത് വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റത്തെക്കുറിച്ചും പ്ലേറ്റ് ടെക്ടോണിക്സിനെ കുറിച്ചും പ്ലേറ്റുകൾ തെന്നിമാറുന്നതിനെ കുറിച്ചും ഫലകങ്ങളുടെ കാര്യങ്ങളുമൊക്കെയാണ് എവിടെ പഠിക്കുന്നത്? ഈ ഫലകചലന സിദ്ധാന്തത്തിലും പഠിക്കുന്നത്. അതേപോലെ മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡമാണ് പാഞ്ചിയ എന്ന് പറയുന്നത്. ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രമാണ് പന്തലാസ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പാഞ്ചിയയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രമാണ് പന്തലാസ. ഈ പാഞ്ചിയെ രണ്ടായിട്ട് വിഭജിച്ചൊരു സമുദ്രം ഏതാണ്? തെതിസ്. അത് ആൽഫ്രഡ് വിഗ്നർ ആൾറെഡി പറഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ പാഞ്ചിയെ ചുറ്റിയുണ്ടായിരുന്ന മഹാസമുദ്രം പന്തലാസ, പാഞ്ചിയെ രണ്ടായിട്ട് വിഭജിച്ചിരുന്ന സമുദ്രമാണ് തെതിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന് മനസ്സിലായല്ലോ. 1912 വൻകര വിസ്ഥാപന സിദ്ധാന്തം ആൽഫ്രഡ് വിഗ്നർ ആണ് അവതരിപ്പിക്കുന്നത്. സമുദ്രങ്ങളുടെയും വൻകരകളെയും കുറിച്ചുള്ള പഠനമാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇന്നുള്ള എല്ലാ വൻകരകളും പാഞ്ചിയ എന്ന് പറയുന്ന ഒരു ഏക ഭൂഖണ്ഡമായിരുന്നു. അതിനെ ചുറ്റിക്കൊണ്ട് പന്തലാസ എന്ന് പറയുന്ന ഒരു വൻ സമുദ്രമുണ്ടായിരുന്നു. ദ ഒറിജിൻ ഓഫ് കോണ്ടിനെന്റ്സ് ആൻഡ് ഓഷ്യൻസ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റിലാണ് അദ്ദേഹം ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് ആദ്യമായിട്ട് പ്രതിപാദിക്കുന്നത്. പാഞ്ചിയ എന്ന് പറയുന്ന ഭൂഖണ്ഡം രണ്ടായിട്ട് പിളരുന്നു. ഒന്ന് വടക്കോട്ട് പോകുന്നു, അതിനെ ലൗറേഷ്യ എന്നും തെക്കോട്ട് പോയതിനെ ഗോണ്ട്വാന ലാൻഡ് എന്നും വിളിക്കുന്നു. അതിനും നടുക്കായിട്ട് തെതിസ് എന്ന് പറയുന്ന ഒരു സമുദ്രം രൂപം കൊണ്ടുവന്നു അദ്ദേഹം പറയുന്നു. അദ്ദേഹം എവിടെയാണ് ഇത് അവതരിപ്പിക്കുന്നത്? 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ് ആദ്യമായിട്ട് ഇത് അവതരിപ്പിക്കുന്നത്. സിമാമണ്ഡലത്തിന്റെ ഉപരിതലത്തിലൂടെ വൻകരകൾ ഉൾപ്പെടുന്ന സിയാൽ മണ്ഡലം തെന്നിമാറുന്നുവെന്നാണ് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ മുമ്പോട്ട് വെച്ച കാര്യം. വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റത്തെക്കുറിച്ചും പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന സിദ്ധാന്തങ്ങളാണ് ഇതൊക്കെ വൻകര വിസ്ഥാപന സിദ്ധാന്തവും അതേപോലെ ഫലകചലന സിദ്ധാന്തവും. മാതൃഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഭൂഖണ്ഡമാണ് പാഞ്ചിയ. പാഞ്ചിയെ ചുറ്റി പന്തലാസ, അതിനെ വിഭജിച്ച സമുദ്രം തെതിസ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1912 ആൽഫ്രഡ് വിഗ്നർ ഇത്തരത്തിലൊരു തിയറി മുമ്പോട്ട് വെച്ചപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും അനുകൂലം പ്രതികൂലവുമായ പല കമന്റുകളും വരാൻ തുടങ്ങി. അത്തരത്തിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ അനുകൂലിച്ചുകൊണ്ട് കുറെ തെളിവുകൾ അന്ന് പല ശാസ്ത്രജ്ഞന്മാരും പല അന്വേഷണങ്ങളും നടത്തി ഒടുവിൽ ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തം ശരിയാണ്, അല്ലെങ്കിൽ ആൽഫ്രഡ് വിഗ്നർ പറഞ്ഞ ആ ഒരു തിയറി കറക്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് കുറെ പഠനങ്ങളൊക്കെ നടക്കുകയുണ്ടായി. ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നടന്നിട്ടുള്ള അനുകൂലമായ തെളിവുകൾ എന്തെല്ലാമാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൊന്നാമത്തെ തെളിവാണ് വൻകരകളുടെ അരികുകളുടെ പരസ്പര ചേർച്ച, ദ മാച്ചിങ് ഓഫ് കോണ്ടിനെന്റ്സ്. അതിനെ ഈർച്ചവാൾ ചേർച്ച എന്ന് പറയുന്നത്, ജിക്സോ ഫിറ്റ് എന്ന് പറയുന്നത്. ജിക്സോ ഫിറ്റ്, ഇത് ഈ വാക്കുകളൊക്കെ ഒരു ഇച്ചിരി ടഫായിട്ടുള്ള ടേംസ് ഒക്കെയാണ്. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഇത് നോട്ട്ബുക്കിൽ പ്രത്യേകം എഴുതി വെച്ച് തന്നെ അത് പഠിക്കുക. വൻകരകളുടെ അരികുകളുടെ പരസ്പര ചേർച്ച എന്ന് പറയുന്നത് രണ്ട് വൻകരകളുടെ അരികുകൾ തമ്മിൽ എന്താണ് ഒരേ സാമ്യമുണ്ട്, അല്ലെ, ഒരേ ചേർച്ചയുണ്ട്. അതൊരു
അനുകൂല തെളിവായിട്ട് അന്നത്തെ കാലത്തുള്ള പഠനങ്ങളിൽ നമുക്ക് മനസ്സിലായി. അതിനെ ഈർച്ചവാൾ ചേർച്ച എന്ന ജിഗ്സോ ഫിറ്റ്. ഇപ്പോൾ ഈർച്ചവാൾ നമുക്കറിയാലോ, ഈർച്ചവാളിന്റെ രണ്ട് സൈഡിലും ഒരുപോലെ ഒരു സാമ്യമുണ്ടല്ലേ. അപ്പൊ അതുപോലെ ഒരു പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജിഗ്സോ ഫിറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും അരികുകൾ, അതിന്റെ അതിർത്തികൾ തമ്മിൽ ഒരേ സാമ്യമുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. 1964 ബുള്ളാഡ് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഈ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ ഒരു പഠനം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം കമ്പ്യൂട്ടർ സഹായത്തോടെ ഇരു വൻകരകളുടെയും അരികുകൾ ചേർത്തുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കുകയുണ്ടായി. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ഭൂപടം തയ്യാറാക്കിയ വ്യക്തിയാണ് ബുള്ളാഡ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു ഭൂപടം തയ്യാറാക്കി. രണ്ട് ഭൂഖണ്ഡങ്ങളെയും വേർതിരിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഇരുപുറവുമുള്ള തീരങ്ങളുടെ പരസ്പരം ചേരുന്ന ഭാഗങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു ഭൂപടം തയ്യാറാക്കിയത്. ഈ ബുള്ളാഡ് ഇംഗ്ലണ്ടിലെ ഒരു ഭൗതികശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ബുള്ളാഡ് 1964 തെക്കേ അമേരിക്കയും ആഫ്രിക്കയും ചേർത്തുകൊണ്ട് ഒരു ഭൂപടം തയ്യാറാക്കി. ആ ഒരു ഭൂപടത്തിൽ നിന്നും നമുക്ക് ലോകത്തിന് മുമ്പിൽ അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തൊരു കാര്യം വൻകര വിസ്ഥാപന സിദ്ധാന്തം ശരിവെക്കുന്ന ഒന്നായിരുന്നു. അപ്പോൾ ആ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂലമായ ഒരു തെളിവായിരുന്നു ഈ ഒരു വൻകരകളുടെ അരികുകളുടെ പരസ്പര ചേർച്ച എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുകൂല തെളിവായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള മറ്റൊരു കാര്യം സമുദ്രത്തിന്റെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം. അതായത് ഇദ്ദേഹത്തിന്റെ വൻകര വിസ്ഥാപന സിദ്ധാന്തം ശരിയാണെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്ത മറ്റൊരു തെളിവാണ് ഇത്, സമുദ്രത്തിന്റെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം. ബ്രസീൽ തീരത്ത് 2000 ദശലക്ഷം വർഷം പഴക്കമുള്ള പുരാതന ശിലകൾക്ക് ആഫ്രിക്കയിലെ ശിലാമേഖലയുമായി സാമ്യമുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം, സമീപകാലത്ത് വികാസം പ്രാപിച്ച ഒരു കാലഘടനാ രീതിയാണ് റേഡിയോമെട്രിക് രീതി എന്ന് പറയുന്നത്. റേഡിയോമെട്രിക് രീതി കാർബൺ 14 ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വസ്തുക്കളുടെ കാലപ്പഴക്കം നമ്മൾ മനസ്സിലാക്കാറുണ്ടല്ലേ. അത്തരത്തിൽ ബ്രസീൽ തീരത്തും 2000 ദശലക്ഷം വർഷം പഴക്കമുള്ള പുരാതന ശിലകൾക്കും ആഫ്രിക്കയിലെ ശിലാമേഖലയുമായിട്ട് സാമ്യമുണ്ടെന്ന് കണ്ടെത്തി. അതുപോലെ തെക്കേ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും തീരപ്രദേശത്തിനരികിലുള്ള ആദ്യകാല സമുദ്രതട നിക്ഷേപങ്ങൾ ജുറാസിക് കാലഘട്ടത്തിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടെത്തലുകളെല്ലാം എന്തിനെ ശരിവെക്കുന്നതായിരുന്നു? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ ശരിവെക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ സമുദ്രത്തിന്റെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, ആ ഒരു തെളിവ് നമുക്കിവിടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെയാണ് ടിലൈറ്റ് നിക്ഷേപണം, ടിലൈറ്റ് ഡെപ്പോസിറ്റ്. അതായത് ഹിമാനികളുടെ നിക്ഷേപത്തിൽ നിന്ന് രൂപം കൊണ്ട ഒരു അവസാദ ശിലയാണ് ടിലൈറ്റ് എന്ന് പറയുന്നത്. ഹിമാനികളുടെ നിക്ഷേപത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ഒരു അവസാദ ശിലയാണ് ടിലൈറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ കാണപ്പെടുന്ന അവസാദ നിക്ഷേപങ്ങൾ ദക്ഷിണാർദ്ധ ഗോളത്തിലെ 6 വൻകരകളിലും കാണപ്പെടുന്നുണ്ട്. അതായത് ഗോണ്ട്വാന കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള ശിലകളാണ്, അവസാദ ശിലകളാണ്. അത് ഇന്ത്യയിലും അതേപോലെ നമ്മുടെ ദക്ഷിണാർദ്ധ ഗോളത്തിലെ 6 വൻകരകളിലും കാണപ്പെടുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഈ വൻകരകളിലെല്ലാം ഒന്ന് ചേർന്നാണ് കിടന്നിരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് അനുമാനിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ടിലൈറ്റ് നിക്ഷേപങ്ങൾ, അതായത് ഹിമാനികളുടെ നിക്ഷേപത്തിൽ നിന്ന് രൂപം കൊണ്ടിട്ട അവസാദ ശിലയായ ടിലൈറ്റുകളുടെ നിക്ഷേപം എന്തിനു നമുക്ക് തെളിവായിട്ട് പറയാം? വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന്റെ ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്താണ് ധാതുമണൽ നിക്ഷേപങ്ങൾ. കാനയുടെ തീരത്ത് സ്വർണത്തിന്റെ ധാതു അടങ്ങിയ ധാരാളം മണൽ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവയുടെ സ്രോതസ് എവിടെയാണെന്നോ അതിൻ്റെ ആ ഒരു സ്വർണ്ണ നിക്ഷേപത്തിന്റെ ശിലകൾ അതൊന്നും അവിടെ കണ്ടെത്തിയിട്ടില്ല. എന്നാൽ തൊട്ടടുത്ത ഭൂഖണ്ഡമായ തെക്കേ അമേരിക്കയിലെ ബ്രസീലിൽ ഇതിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ധാതു മണലിന്റെ നിക്ഷേപങ്ങൾ ഈ 2 ഭൂഖണ്ഡത്തിലും ഒന്നിച്ചു വന്നതുകൊണ്ട് തന്നെ ഇതിനൊരു തെളിവായിട്ട്, വൻകര വിസ്ഥാപനത്തിന്റെ ഒരു തെളിവായിട്ട് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അടുത്താണ് ഫോസിലുകളുടെ വിതരണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫോസിൽസ്. ഈ സസ്യജന്തുവർഗ്ഗങ്ങളും അതുപോലെ തന്നെ ഫോസിൽസ് എല്ലാം ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂലമായ തെളിവുകളിൽ പെടുന്ന ഒന്നാണ്. ഈ ലെമർ എന്ന് പറയുന്ന കുരങ്ങളുടെ സാന്നിധ്യം ഇന്ത്യയിലും മഡഗാസ്കറിലും ആഫ്രിക്ക എന്നിവിടെല്ലാം കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഭൂപ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് ഒന്നായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഫോസിലുകളുടെ വിതരണവും ജന്തുവർഗ്ഗങ്ങളുടെ വിതരണവും എല്ലാം ഈ ഒരു സിദ്ധാന്തത്തിന് അല്ലെങ്കിൽ ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് അനുകൂലമായ തെളിവുകൾ നൽകുന്ന ഒന്നാണ്. അതുപോലെ മിസോസോർസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ചെറു ഉരകമായിരുന്നു മിസോസാറസ് എന്ന് പറയുന്നത്. അത് ആഴം കുറഞ്ഞ, ഉപ്പുരസം കുറഞ്ഞ ജലാശയങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ഉരകമാണ്. ആ ചെറു ഉരകത്തിന്റെ ഫോസിലുകൾ നമുക്ക് ബ്രസീലിലും അതേപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയിലും നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ മിസോസോറസ് എന്ന് പറയുന്ന ചെറു ഉരകത്തിന്റെ ഫോസിലുകൾ നമ്മൾ എവിടെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്? ദക്ഷിണാഫ്രിക്കയിലും കണ്ടെത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ
ബ്രസീലിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കോണ്ടിനെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ദക്ഷിണാഫ്രിക്കയും ബ്രസീലും 2 കോണ്ടിനെൻ്റ് ആണ്. ബ്രസീൽ തെക്കേ അമേരിക്കയാണ്, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. അപ്പം ഈ 2 കോണ്ടിനെൻറ്റിലും ഈ മിസോസോറസ് എന്ന് പറയുന്ന ചെറു ഉരകത്തിൻ്റെ ഫോസിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഒരു ഏകീകൃത ഭൂഖണ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് ഈ ഫോസിലുകളുടെ സാമ്യം തെളിയിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. വൻകര വിസ്ഥാപന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട അനുകൂലമായ തെളിവുകൾ: ഒന്ന്, വൻകരകളുടെ അരികുകളുടെ പരസ്പര ചേർച്ച അല്ലെങ്കിൽ ഈർച്ചവാൾ ചേർച്ച, ജിഗ്സ് ഓഫ് ഇറ്റ്. 2, സമുദ്രത്തിൻ്റെ ഇരുകരകളിലെയും ശിലകളുടെ സമപ്രായം, ടില്ലൈറ്റ് നിക്ഷേപങ്ങൾ, ധാതുമണൽ നിക്ഷേപങ്ങൾ, ഫോസിലുകളുടെ വിതരണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിൻ്റെ തെളിവുകളായിട്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. ആൽഫ്രഡ് വെഗ്നറുടെ അഭിപ്രായത്തിൽ വൻകരകൾക്ക് അകന്നു നീങ്ങാനുള്ള ഊർജ്ജവും ബലവും ലഭിച്ചത് ധ്രുവ വികർഷണ ശക്തിയുടെയും വേലിയേറ്റ വേലിയിറക്ക ശക്തിയുടെയും പ്രവർത്തന ഫലമായിട്ടാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഭൂമിയുടെ ഭ്രമണം, ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഈ ഭൂമിയുടെ ഭ്രമണം കാരണം ധ്രുവ വികർഷണ ശക്തി ഉണ്ടായി. അതായത് 2 ധ്രുവങ്ങൾ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും തമ്മിൽ എന്തുണ്ടായി? അതൊരു വികർഷണം സംഭവിക്കുകയും ആ വികർഷണ ശക്തിയുടെ ഫലമായിട്ടും വേലിയേറ്റ വേലിയിറക്കം അതിൻ്റെ ശക്തിയുടെ ഫലമായിട്ടുമാണ് ഇത്തരത്തിൽ എന്ത് സംഭവിച്ചത്? ഈ ഫലകങ്ങൾ തെന്നിമാറിയതെന്നാണ്, അല്ലെങ്കിൽ വൻകരകൾക്ക് അകന്ന് നീങ്ങാനുള്ള ഊർജ്ജവും ബലവും ലഭിച്ചെന്നാണ് ആര് മനസ്സിലാക്കിയത്? ആൽഫ്രഡ് വെഗ്നർ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഭൂമധ്യരേഖയുടെ ഭാഗം അല്പം പുറത്തെ കുന്തിയാണ് നിൽക്കുന്നത് അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭൂമിയുടെ ഭ്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഭൂമധ്യരേഖ എന്ത് സംഭവിച്ചത്? അല്പം വെളിയിലേക്ക് തള്ളി നിൽക്കാനുള്ള കാരണം എന്നാണ്. അതേപോലെ വേലിയേറ്റം വേലിയിറക്കം വൻകരകളുടെ വിസ്ഥാപനത്തിന് കാരണമായി തന്നെ രണ്ടാമത്തെ ശക്തിയായിട്ട് അദ്ദേഹം പറയുന്നത് വേലിയേറ്റവും വേലിയിറക്കവും. നമുക്കറിയാം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ഫലമായിട്ടാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് സമുദ്രജലം ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ശക്തിയും ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ തുടർച്ചയായി ഭൂഖണ്ഡത്തിന് മേൽ ചെലുത്തിയ ബലമാണ് അതിൻ്റെ വിഭജനത്തിനും സ്ഥാനമാറ്റത്തിനും കാരണമായതെന്നാണ് ആര് പറയുന്നത്? ആൽഫ്രഡ് വെഗ്നർ പറയുന്നത്. എന്നാൽ മിക്ക ശാസ്ത്രജ്ഞന്മാരും എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ വാദഗതികളൊന്നും അംഗീകരിക്കുന്നില്ല. ഈ 2 ബലങ്ങളും വൻകര വിസ്ഥാപനത്തിന് അപര്യാപ്തമാണെന്നായിരുന്നു അവരുടെ വാദം. നമ്മുടെ ആൽഫ്രഡ് വെഗ്നറുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് ബദലായിട്ട് പല ശാസ്ത്രജ്ഞന്മാരും പല തെളിവുകളും കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമായൊരു സിദ്ധാന്തമാണ് സംവഹന പ്രവാഹ സിദ്ധാന്തം. ആർതർ ഹോംസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സംവഹന പ്രവാഹ സിദ്ധാന്തം കൊണ്ടുവരുന്നത്. അതായത് വൻകര വിസ്ഥാപനത്തിന് കാരണമായ ബലത്തെ വിശദീകരിക്കാൻ ബ്രിട്ടീഷ് ഭൂഗർഭ ശാസ്ത്രജ്ഞനായ ആർതർ ഹോംസ് കൊണ്ടുവന്ന സിദ്ധാന്തമാണ് സംവഹന പ്രവാഹ സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. 1930കളിൽ ആർതർ ഹോംസ് നമ്മുടെ മാൻഡിലിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന സംവഹന പ്രവാഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷണം നടത്തുകയുണ്ടായി. മാൻഡിൽ ഭാഗത്ത്, അതായത് ഭൂമിയുടെ മാൻഡിലുണ്ടല്ലോ, ആ മാൻഡിലിൻ്റെ ഭാഗത്ത് താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന റേഡിയോ ആക്റ്റീവ് കണങ്ങളുണ്ടെന്നും അതിൻ്റെ സംവഹന പ്രവാഹങ്ങൾ ഉണ്ടാക്കുന്നത് ആ റേഡിയോ ആക്റ്റീവ് കണങ്ങളാണ് സംവഹന പ്രവാഹങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അദ്ദേഹം വാദിക്കുകയുണ്ടായി. മാൻഡിലിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അത്തരത്തിലൊരു പ്രവാഹം നിലനിൽക്കുന്നുണ്ടെന്നും ഹോംസ് പറയുകയുണ്ടായി. ഈ സംവഹന പ്രവാഹങ്ങളാണ് വൻകരകൾ അടർന്നു മാറുന്നതിന് കാരണമാകുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക ശാസ്ത്രജ്ഞർ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൽഫ്രഡ് വെഗ്നറുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് ബദലായിക്കൊണ്ട് ആർതർ ഹോംസ് നടപ്പിലാക്കിയ മറ്റൊരു സിദ്ധാന്തമാണ് സംവഹന പ്രവാഹ സിദ്ധാന്തം, കൺവെക്ഷണൽ കറണ്ട് തിയറി. അത് മറന്നു പോകരുത്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണെന്നെങ്കിലും മനസ്സിലാക്കണം. സംവഹന പ്രവാഹ സിദ്ധാന്തം ആർതർ ഹോംസ് ആണ് നടപ്പിലാക്കിയത്. വൻകര വിസ്ഥാപന സിദ്ധാന്തത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ ബദലായിട്ട് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ്. ആർതർ ഹോംസ് 1930കളിൽ മാൻഡിലിൻ്റെ ഭാഗത്ത് കാണപ്പെടുന്ന സംവഹന പ്രവാഹത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ട് മാൻഡിലിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഈ താപവ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നത് റേഡിയോ ആക്റ്റീവ് കണങ്ങളാണെന്നും മാൻഡിലിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും അത്തരത്തിലൊരു പ്രവാഹം നിലനിൽക്കുന്നുണ്ടെന്നും അദ്ദേഹം വാദിക്കുകയും സമർത്ഥിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഈ സംവഹന പ്രവാഹങ്ങളാണ് വൻകരകൾ അടർന്നു മാറുന്നതിന് കാരണമാകുന്നതെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? ആധുനിക ശാസ്ത്രജ്ഞരെല്ലാം ഈ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ.
നമ്മൾ സമുദ്രത്തിൻ്റെ അടിത്തട്ടിനെ കുറിച്ച് പഠിക്കുമ്പം മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു കാര്യമുണ്ട്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ അവസാദങ്ങൾക്ക് വളരെ കനം കുറവായിരിക്കും. അത് നോട്ട് ചെയ്തേക്കണം, ഒന്ന് എഴുതി വെച്ചേക്കണേ. ഒന്ന് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് പോകേണ്ട പോയിന്റാണ്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ അവസാദങ്ങൾ വളരെ കനം കുറഞ്ഞവയാണ്. 200 ദശലക്ഷം വർഷങ്ങൾക്ക് താഴെയാണ് അവയുടെ പ്രായം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ സമുദ്ര അടിത്തട്ടിൻ്റെ ശിലകൾ, സമുദ്ര അടിത്തട്ടിലെ ശിലകൾ വൻകരകളിലെ ശിലകളേക്കാൾ പ്രായം കുറഞ്ഞവയാണെന്ന് മനസ്സിലാക്കുക. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ശിലകൾ, കല്ലുകൾ, അവസാദങ്ങൾ ഇവയെല്ലാം വൻകരകളിലെ ശിലകളേക്കാളും പ്രായം കുറഞ്ഞവയായിരിക്കും. ആ ഒരു പോയിന്റും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. 200 ദശലക്ഷം വർഷത്തിൽ കൂടുതലൊന്നും പഴക്കമില്ല ഇതിന്, സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ ശിലകൾക്ക്. എന്നാൽ വൻകരകളിലെ ശിലകൾക്കോ 3200 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ളവയാണ്. ആ ദശലക്ഷത്തിൻ്റെ കണക്ക് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ സമുദ്ര അടിത്തട്ടിലെ ശിലകൾ വൻകരകളിലെ ശിലകളേക്കാൾ പ്രായം കുറഞ്ഞവയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രായം കൂടുതലുള്ള ശിലകൾ വൻകരകളിലും പ്രായം കുറഞ്ഞ ശിലകൾ താരതമ്യേന എവിടെയായിരിക്കും? സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുമാണെന്ന് മനസ്സിലാക്കണം. അതേപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ അവസാദ ശിലകൾക്കും അവസാദങ്ങൾക്കൊക്കെ വളരെ കനം കുറവായിരിക്കുമെന്നും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അതേപോലെ മറ്റൊരു പോയിന്റ്, ഈ സമുദ്ര ഗർത്തങ്ങൾക്കുള്ളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം ഏറെ ആഴത്തിലുള്ളതാണ്. ആ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കണം. സമുദ്രത്തിൻ്റെ ഉള്ളിൽ ധാരാളം ഭൂകമ്പങ്ങൾ, പർവ്വതങ്ങളിൽ അഗ്നിപർവ്വതങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ അത്തരത്തിൽ അഗ്നിപർവ്വത ഭൂകമ്പങ്ങൾ ഉണ്ടാകാം, സമുദ്രത്തിനടിയിൽ മറ്റ് ഭൂകമ്പം ഉണ്ടാകാം, സുനാമിയൊക്കെ വരുന്നത് അങ്ങനെയല്ലേ. അപ്പോൾ ഈ സമുദ്ര ഗർത്തങ്ങൾക്കുള്ളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം, നമ്മൾ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ, നിഴൽ മേഖല പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ആ പ്രഭവ കേന്ദ്രം ഏറെ ആഴത്തിലുള്ളവയാണ്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കുക. അതേസമയം ഈ മധ്യസമുദ്ര പർവ്വത മേഖലകളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് ആഴം തീരെ കുറവാണ്. അതുകൂടെ മനസ്സിലാക്കണം. മധ്യസമുദ്ര പർവ്വത മേഖലകളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് ആഴം കുറവായിരിക്കും. സമുദ്ര ഗർത്തങ്ങൾക്കുള്ളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രം ഏറെ ആഴത്തിലാണ്. എന്നാൽ മധ്യസമുദ്ര പർവ്വത മേഖലകളിലെ ഭൂകമ്പങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങൾക്ക് ആഴം തീരെ കുറവാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു സിദ്ധാന്തമാണ് സമുദ്രതട വ്യാപന സിദ്ധാന്തം, തിയറി ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ്. ഹാരി ഹെസ് എന്ന് പറയുന്ന അമേരിക്കൻ ഭൂഗർഭശാസ്ത്രജ്ഞനാണ് 1961 ഇത്തരത്തിലൊരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. ഇത് വൻകര വിസ്ഥാപനത്തിന് ബദലായിട്ട ഒരു സിദ്ധാന്തമാണ്. അതായത് നമ്മുടെ ആൽഫ്രഡ് വെഗ്നറുടെ വൻകര വിസ്ഥാപനത്തിന് ബദലായ മറ്റൊരു സിദ്ധാന്തമാണ് സമുദ്രതട വ്യാപന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ ഒരു തിയറി കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട, എന്നാൽ തന്നെയും സമുദ്രതട വ്യാപന സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ഹാരി ഹെസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണെന്ന് മനസ്സിലാക്കുക. അദ്ദേഹം 1961 അമേരിക്കൻ ഭൂഗർഭ ശാസ്ത്രജ്ഞനായിരുന്നു ഹാരി ഹെസ്. അദ്ദേഹമാണ് സമുദ്രതട വ്യാപന സിദ്ധാന്തം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും നമ്മുടെ സമുദ്രാടിത്തട്ടിനെ കുറിച്ചും സമുദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ കൊണ്ടുവരുന്നത്. ഈ ഒരു തിയറിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? വൻകര വിസ്ഥാപന സിദ്ധാന്തം തെറ്റാണെന്ന് വാദിച്ചുകൊണ്ടുള്ള ഒരു തിയറിയാണ് ഹാരി ഹെസിന്റെ സമുദ്രതട വ്യാപന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ സമുദ്രതട വ്യാപന സിദ്ധാന്തം ഹാരി ഹെസ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹം ഇത്തരത്തിലൊരു തിയറി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഈ തിയറിയാണ് ഫലകചലന സിദ്ധാന്തം, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ, പ്ലേറ്റ് ടെക്ടോണിക് തിയറി. ആ ഒരു തിയറിയിലേക്ക് വഴിവെക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പഠനത്തിലേക്ക് ഫലകചലന സിദ്ധാന്തത്തെക്കുറിച്ചും ഫലകചലനത്തെക്കുറിച്ചും മനസ്സിലാക്കുവാനും ആ ഒരു തിയറി രൂപപ്പെടുത്താനും കാരണമായ സിദ്ധാന്തമാണ് സമുദ്രതട വ്യാപന സിദ്ധാന്തം എന്ന് പറയുന്നത്. 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ ഇവർ 3 പേരൂടെ ചേർന്നുകൊണ്ടൊരു പുതിയ സിദ്ധാന്തത്തിന് രൂപം നൽകി. അതിനെയാണ് ഫലകചലന സിദ്ധാന്തം എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ആൾറെഡി നേരത്തെ നമ്മുടെ വൻകര വിസ്ഥാപന സിദ്ധാന്തം പഠിച്ചപ്പോഴും അതിനെ ഫലകചലന സിദ്ധാന്തം എന്നും ചില ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ ഫലകചലന സിദ്ധാന്തം പ്ലേറ്റ് ടെക്ടോണിക് തിയറി 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ ഇവർ 3 പേരുടെ ചേർന്നിട്ടാണ് ഈ ഒരു സിദ്ധാന്തം രൂപപ്പെടുത്തിയത്. അതിന് കാരണമായ സിദ്ധാന്തം ഏതാണ്? നമ്മുടെ ഹാരി ഹെസിന്റെ സമുദ്രതട വ്യാപന സിദ്ധാന്തമാണ്. ശരിക്കും പറഞ്ഞാൽ വൻകര വിസ്ഥാപനത്തിന് ബദലായിട്ടുള്ള ഒരു സിദ്ധാന്തമായിരുന്നു സമുദ്രതട വ്യാപന സിദ്ധാന്തം. ആ സിദ്ധാന്തത്തിന്റെ ഫലമായിട്ടാണ് സമുദ്രത്തിനെ കുറിച്ചും വൻകരകളെക്കുറിച്ചും അതിന്റെ വിതരണത്തെക്കുറിച്ചുമൊക്കെ
പഠനത്തിന് ഉത്തേജനമേകിക്കൊണ്ട് 1967 മെക്കൻസിയും പാർക്കർ മോർഗൻ ഇവർ മൂന്നൂടെ ചേർന്ന് ഒരു പുതിയ സിദ്ധാന്തം രൂപീകരിച്ചു. അതിനെയാണ് ഫലകചലന സിദ്ധാന്തം, പ്ലേറ്റ് ടെക്ടോണിക് തിയറി എന്ന് വിളിക്കുന്നത്. ഈ ടെക്ടോണിക് ഫലകങ്ങൾ വലുതും ഒരു ആകൃതി ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ശിലാപാളികളാണ്. നല്ല വലിപ്പമുണ്ട്, അതേപോലെ ഒരു കൃത്യമായിട്ടുള്ള ആകൃതികളൊന്നും ഇല്ലാത്ത ഖരാവസ്ഥയിലുള്ള ശിലാപാളികളെയാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവയെ ശിലാമണ്ഡല ഫലകങ്ങൾ അല്ലെങ്കിൽ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ലിത്തോസ്ഫെറിക് പ്ലേറ്റ്സ് അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് ഇവയെ വിളിക്കാറുണ്ട്. വൻകരകളിലെയും സമുദ്രങ്ങളിലെയും ശിലാമണ്ഡലത്തിലെ കനത്ത ശിലാപാളികളാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. നമുക്കറിയാം വൻകരകളിലും സമുദ്രങ്ങളിലും എന്തുണ്ട്, ശിലാമണ്ഡലമുണ്ട്. ആ ശിലാമണ്ഡലത്തിലെ കനത്ത ശിലാപാളികളാണ് ഇവയിൽ ഉൾപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. ടെക്ടോണിക് ഫലകങ്ങൾ 2 തരത്തിലുണ്ട്. ഈ ഫലകചലന സിദ്ധാന്തം പ്രകാരം ടെക്ടോണിക് ഫലകങ്ങൾ എത്ര തരത്തിലുണ്ട്? 2 തരത്തിലുണ്ട്. വൻകര ഫലകങ്ങളും സമുദ്ര ഫലകങ്ങളും. യൂറോപ്യൻ ഫലകം അതൊരു വൻകര ഫലകമാണ്. യൂറോപ്യൻ ഫലകം എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വൻകര ഫലകം, കേൾക്കുമ്പോൾ അറിയാലേ. എന്നാൽ പസഫിക് ഫലകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സമുദ്ര ഫലകമാണ്. അതാ പറഞ്ഞത് 2 തരത്തിലുള്ള ടെക്ടോണിക് ഫലകങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വൻകര ഫലകങ്ങളും സമുദ്ര ഫലകങ്ങളും. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്നവയിൽ വൻകര ഫലകം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് വൻകര ഫലകം, ഓസ്ട്രേലിയൻ ഫലകം, ഇന്ത്യൻ ഫലകം, യൂറോപ്യൻ ഫലകം, ഇതൊക്കെ എന്താണ്? വൻകര ഫലകം. എന്നാൽ പസഫിക് ഫലകം, അറ്റ്ലാന്റിക് ഫലകം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് സമുദ്ര ഫലകം. അപ്പോൾ ഫലകചലന സിദ്ധാന്തം മനസ്സിലായല്ലോ. 1967 മെക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവർ ചേർന്ന് രൂപീകരിച്ച സിദ്ധാന്തമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സമുദ്രതട വ്യാപന സിദ്ധാന്തത്തിന്റെ അതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സമുദ്രങ്ങളെയും വൻകരകളെയും വിതരണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് തെളിവുകൾ നൽകാൻ വേണ്ടിയിട്ടും രൂപീകരിച്ച ഒരു സിദ്ധാന്തമാണ് ഫലകചലന സിദ്ധാന്തം. ഈ ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഖരാവസ്ഥയിലുള്ള ശിലാപാളികളെയാണ് നമ്മൾ ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് വിളിക്കുന്നത്. വലുതും കൃത്യമായ ആകൃതിയൊന്നും ഇല്ലാത്തതാണിവ. 2 തരത്തിലുണ്ട് ടെക്ടോണിക് ഫലകങ്ങൾ, 2 തരത്തിലുണ്ട്, വൻകര ഫലകങ്ങളും സമുദ്ര ഫലകങ്ങളും. ഈ ഫലകചലന സിദ്ധാന്തം അനുസരിച്ച് ഭൂമിയുടെ ശിലാമണ്ഡലത്തെ 7 വലിയ ഫലകങ്ങളായും ഏതാനും ചെറിയ ഫലകങ്ങളായും തരംതിരിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ശിലാഫലകത്തിന് ഉദാഹരണം ഏത്, ചെറിയ ശിലാഫലകത്തിന് ഉദാഹരണം ഏത് എന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. ആദ്യം നമുക്ക് വലിയ ശിലാഫലകങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം. അത് നമുക്കറിയാം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വട്ടം തന്നെ വായിച്ചാൽ മതി. കാരണം ഇത് രാജ്യങ്ങളുടെയും ഒക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കോണ്ടിനെന്റിന്റെ പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒന്നാമത് വലിയ ശിലാഫലകങ്ങൾക്ക് ഉദാഹരണമാണ് പറയുന്നത് അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്രവും ഉൾപ്പെടുന്ന ഫലകം. അന്റാർട്ടിക്ക അല്ലേ, നമുക്കറിയാം ഒരു കോണ്ടിനെന്റ് ആണ്. അപ്പോൾ അതിനു ചുറ്റുമുള്ള സമുദ്രവും ഉൾപ്പെടുന്ന ഒരു ഫലകം, അത് വലിയ ഫലകമാണ് അല്ലേ. അതുപോലെ വടക്കേ അമേരിക്കൻ ഫലകം. വടക്കേ അമേരിക്ക എന്ന് പറയുന്ന ഒരു കോണ്ടിനെന്റ് ആണ്. ആ വടക്കേ അമേരിക്ക ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന കോണ്ടിനെന്റ് ആണ്. അപ്പം ആ ഒരു ഫലകം അത് വലിയ ഫലകം തന്നെയായിരിക്കും അല്ലേ. തെക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ രാജ്യങ്ങളെല്ലാം ചേർന്ന ആ കോണ്ടിനെന്റ് ആണ് തെക്കേ അമേരിക്കൻ ഫലകം. അതുപോലെ പസഫിക് ഫലകം, വലിയ സമുദ്രമാണല്ലേ, ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. അപ്പം അതിന്റെ ഫലകം എന്ന് പറയുന്നത് എന്താണ്? വലുതായിരിക്കുമല്ലോ. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഫലകം നമുക്കറിയാം, 3 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള ഒരു വലിയ ഫലകം. അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ്. ആഫ്രിക്കയും കിഴക്കൻ അറ്റ്ലാന്റിക്കും ചേർന്ന ഫലകം. അതുപോലെ യുറേഷ്യ ഉൾപ്പെടുന്ന ഫലകം, യൂറോപ്പ്, ഏഷ്യ, യുറേഷ്യ എന്ന് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പം ആ 2 ഭൂഖണ്ഡങ്ങൾ യൂറോപ്പും ഏഷ്യ ഉൾപ്പെടുന്ന ആ ഒരു ഫലകം. അപ്പോൾ എന്താണ്? വലിയ ഫലകങ്ങളാണ്. ഇനി ചെറിയ ഫലകങ്ങൾ നോക്കാം. ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോക്കോസ് ഫലകം. മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിലാണ് കോക്കോസ് ഫലകം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലാക്കണേ, ഇത് നോട്ട് ചെയ്ത് പ്രത്യേകം പഠിക്കണം. കോക്കോസ് ഫലകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിലാണ് കോക്കോസ് ഫലകം. നാസ്ക ഫലകം തെക്കേ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനും ഇടയിലാണ് നാസ്ക ഫലകം. ഇതെല്ലാം ചെറു ഫലകങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തത് അറേബ്യൻ ഫലകം. അതായത് മിക്ക സൗദി അറേബ്യൻ പ്രദേശങ്ങളും വരുന്നതാണ് അറേബ്യൻ ഫലകം എന്ന് പറയുന്നത്. ഫിലിപ്പൈൻ ഫലകം യൂറോപ്യൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനും ഇടയിലാണ്. നമ്മുടെ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ഫിലിപ്പൈൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം യൂറോപ്യൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനും ഇടയിലാണ് ഫിലിപ്പൈൻ ഫലകം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് നോക്കിയേ, കരോലിൻ ഫലകം. ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനും ഇടയിലാണ് കരോലിൻ ഫലകം. ലാസ്റ്റ് ഫ്യൂജി ഫലകം. ഓസ്ട്രേലിയക്ക് വടക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫലകമാണ് ഫ്യൂജി ഫലകം. നിങ്ങൾ വേൾഡ് മാപ്പ് എടുത്തു വെച്ചിട്ട് ഓരോ രാജ്യങ്ങളുടെയും അതേപോലെ സമുദ്രങ്ങളുടെയൊക്കെ
പൊസിഷനും കാര്യങ്ങളും അതേപോലെ വരുന്ന ദ്വീപുകളും എല്ലാം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തന്നെ വലിയ ഫലകങ്ങൾ ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ചെറിയ ഫലകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫലക സീമകളാണ്. ഇത് നമ്മൾ 8 9 ക്ലാസ്സിലെ ജിയോഗ്രഫി പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്ലേറ്റ് ബൗണ്ടറീസ് 3 തരത്തിലുള്ള ഫലക സീമകളുണ്ട്. ഒന്ന് വിയോജക സീമകൾ ഡൈവർജന്റ് ബൗണ്ടറീസ്, 2 സംയോജക സീമകൾ കൺവെർജന്റ് ബൗണ്ടറീസ്, 3 രൂപാന്തര സീമകൾ അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറീസ്. വിയോജക സീമകൾ, സംയോജക സീമകൾ, രൂപാന്തര സീമകൾ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. വിയോജക സീമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേരിനെ അറിയാമല്ലേ, ഡൈവർജന്റ് ചെയ്ത് പോവുകയാണ്, വിയോജിച്ചു പോവുകയാണ്. അതായത് ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നതിനെയാണ് വിയോജക സീമകൾ എന്ന് പറയുന്നത്. ഫലകങ്ങൾ പരസ്പരം അകലുമ്പോൾ പുതിയൊരു ഉപരിതലം രൂപപ്പെടുന്നുണ്ട്. ഏത് സ്ഥാനങ്ങളിൽ നിന്നാണോ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നത് ആ സ്ഥാനങ്ങളെ വ്യാപന സൈറ്റുകൾ എന്ന് വിളിക്കുന്നു. വ്യാപന സൈറ്റുകൾ, സ്പ്രെഡിങ് സൈറ്റ്സ് എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഏത് സ്ഥാനങ്ങളിൽ നിന്നാണോ എവിടെ നിന്നാണോ ഫലകങ്ങൾ പരസ്പരം അകന്നു പോകുന്നത് ആ സ്ഥാനങ്ങളെ, ആ സൈറ്റിനെ എന്ത് വിളിക്കുന്നു? സ്പ്രെഡിങ് സൈറ്റ്. അതായത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു, വ്യാപന സൈറ്റുകൾ എന്ന് വിളിക്കുന്നു. വിയോജക സീമകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം, മറന്നു പോകരുത്, മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ്. മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര എന്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്? വിയോജക സീമകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇവിടെ അമേരിക്കൻ ഫലകങ്ങൾ യൂറോപ്യൻ, ആഫ്രിക്കൻ ഫലകങ്ങളിൽ നിന്ന് അകന്നുപോയി. മനസ്സിലാക്കണേ, വിയോജക സീമകൾക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഏതാണ്? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര, മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ്. അപ്പോൾ വിയോജക സീമകൾക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ഏത് പറയും? മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇത് കൂടാതെ വേറെ ഉണ്ട് ഉദാഹരണങ്ങൾ, അതെല്ലാം നമുക്ക് പഠിക്കാം. അടുത്താണ് സംയോജക സീമകൾ. 2 ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സംയോജക സീമകൾ എന്ന് പറയുന്നത്. സംയോജിക്കുകയാണല്ലേ, കൺവെർജിങ് ചെയ്യുകയാണ്. അതായത് 2 ഫലകങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഉപരിതലം തകരുകയും ഒരു ഫലകം മറ്റൊരു ഫലകവുമായി സംയോജിക്കുകയും ചെയ്യുന്നു. ഇതിനെ നിമജ്ജനം എന്ന് പറയുന്നത്, സബ്ഡക്ഷൻ എന്ന് പറയുന്നത്. അതും ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അതായത് 2 ഫലകങ്ങൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോൾ ഉപരിതലം തകരുകയും ഒരു ഫലകം മറ്റൊരു ഫലകവുമായി സംയോജിക്കുകയും ചെയ്യുന്നു. ഇതിനെ നിമജ്ജനം, സബ്ഡക്ഷൻ എന്ന് പറയുന്നു. ഇത് സംഭവിക്കുന്ന സ്ഥാനത്തെ നിമജ്ജന മേഖല, സബ്ഡക്ഷൻ സോൺ എന്നും വിളിക്കുന്നു. ഫലക സംയോജനം 3 വിധത്തിൽ സംഭവിക്കാം. ഏതൊക്കെ രീതിയിൽ സംഭവിക്കാം? ഒരു സമുദ്ര ഫലകവും ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ സംഭവിക്കാം. 2 സമുദ്ര ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ സംഭവിക്കാം. 2 വൻകര ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോഴും സംഭവിക്കാം. ഓക്കെ, ഈ 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സംയോജക സീമകൾ എങ്ങനെയെല്ലാം സംഭവിക്കാം? സംയോജക സീമകൾ ഒരു സമുദ്ര ഫലകവും ഒരു വൻകര ഫലകവും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, 2 സമുദ്ര ഫലകങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ, 2 വൻകര ഫലകങ്ങൾ തമ്മിൽ സംയോജിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സംയോജക സീമകൾ പരസ്പരം കൂട്ടിയിടിച്ച് എന്ത് സംഭവിക്കുന്നു? നിമജ്ജന മേഖല ഉണ്ടാകുന്നു, സബ്ഡക്ഷൻ സോൺസ് സംഭവിക്കുന്നു. അടുത്താണ് രൂപാന്തര സീമകൾ, ട്രാൻസ്ഫോം ബൗണ്ടറീസ്. 2 ഫലകങ്ങൾ തിരശ്ചീനമായിട്ട് എതിർദിശകളിലേക്ക് ഉരസി നീങ്ങുന്ന സംഭവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രൂപാന്തര സീമകൾ എന്ന് പറയുന്നത്. ഉപരിതലം ഉണ്ടാവുകയോ തകരുകയോ ചെയ്യുന്നില്ല. രൂപാന്തര സീമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എതിർദിശകളിലേക്ക് അങ്ങ് ഉരസി നീങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉപരിതലത്തിന് എന്ത് സംഭവിക്കുന്നില്ല? ഉപരിതലം ഉണ്ടാവുകയോ തകരുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം, സമുദ്രാടിത്തട്ടിലാണ് മിക്ക രൂപാന്തര സീമകളും കാണപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. മധ്യസമുദ്ര മേടുകൾക്ക് ലംബമായിട്ട് സമുദ്രത്തിന് അടിത്തട്ടിലാണ് രൂപാന്തര സീമകൾ മിക്കതും കാണപ്പെടുന്നത്, അല്ലെങ്കിൽ മിക്കതും സമുദ്രാടിത്തട്ടിലാണ് കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ ഫലകങ്ങളുടെ ചലന വേഗത്തിന്റെ നിരക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. അതിൽ 2 പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം, സമുദ്ര മധ്യത്തിലെ മേടുകൾക്ക് സമാന്തരമായിട്ട് സാധാരണ കാന്തിക മണ്ഡലവും വിപരീത കാന്തിക മണ്ഡലവും ഉണ്ട്. അതായത് നമ്മുടെ സമുദ്രത്തിന് അടിത്തട്ടിലെ മേടുകൾക്ക് സമാന്തരമായിട്ട് എന്തുണ്ട്? സാധാരണ കാന്തിക മണ്ഡലവും വിപരീത കാന്തിക മണ്ഡലവും ഉണ്ട്, കാന്തിക മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതിന്റെ ഫലമായിട്ട് ഈ ഫലക ചലനത്തിന്റെ വേഗതയെ, ആ വേഗതയുടെ നിരക്ക് നിർണ്ണയിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയുന്നുണ്ട്. കാന്തിക മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അതിൻ്റെ സ്പീഡുണ്ട്. ഏറ്റവും സ്പീഡിൽ പോകുന്ന ഫലകം ഏതാണ്, ഏറ്റവും സ്ലോയിൽ പോകുന്ന ഒരു പ്ലേറ്റ് ഏതാണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തിയ 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്ന്, ഏറ്റവും സാവധാനത്തിലുള്ള ചലന നിരക്ക് ആർട്ടിക് പർവ്വതത്തിനാണ്. ഏറ്റവും സ്ലോയിൽ ചലിക്കുന്ന
ഫലകം ഏതാണ്? ആർട്ടിക് പർവ്വതത്തിലെ ഫലകമാണ്. വളരെ സാവധാനമാണ് അത് നീങ്ങുന്നത്. വർഷത്തിൽ 8.5 സെന്റിമീറ്റർ താഴെയാണ് അതിന്റെ ചലനനിരക്ക് എന്ന് മനസ്സിലാക്കുക. ഒരു വർഷത്തിൽ 8.5 സെന്റിമീറ്റർ ആണ് അത് ചലിക്കുന്നത്. എന്നാൽ ഏറ്റവും വേഗത കൂടിയ ചലനനിരക്ക് ദക്ഷിണ പസഫിക്കിലെ ഈസ്റ്റർ ദ്വീപിന് സമീപമുള്ള പൂർവ്വ പസഫിക് മേടാണ്. ഏറ്റവും വേഗത കൂടിയ ചലനനിരക്കുള്ള പ്ലേറ്റ് ആണ് ഇത്. ദക്ഷിണ പസഫിക്കിലെ ഈസ്റ്റർ ദ്വീപിന് സമീപത്തുള്ള പൂർവ്വ പസഫിക് മേട്. വർഷത്തിൽ 15 സെന്റിമീറ്ററിന് മേലെയാണ് അതിന്റെ ചലനനിരക്ക്. അപ്പോൾ ഈ 2 പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഏറ്റവും സാവധാനത്തിൽ ചലിക്കുന്നത് എവിടെയാണ്? ആർട്ടിക് പർവ്വതത്തിലാണ്. 8.5 സെന്റിമീറ്റർ ആണ് ഒരു വർഷത്തിൽ നീങ്ങുന്നത്. എന്നാൽ ഏറ്റവും വേഗത കൂടിയ ചലനനിരക്ക് എവിടെയാണ്? ദക്ഷിണ പസഫിക്കിലെ ഈസ്റ്റർ ദ്വീപിന് സമീപമുള്ള പൂർവ്വ പസഫിക് മേട്ടിലാണ്. വർഷത്തിൽ 15 സെന്റിമീറ്ററിന് മേലെയാണ് അതിന്റെ ചലനനിരക്ക്. അടുത്തായിട്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഭൂമിക്കകത്തു നിന്ന് താപം പ്രവഹിക്കുന്നത് പ്രധാനമായി 2 സോഴ്സുകളിൽ നിന്നാണ്. അത് ആണവ അപചയവും അവക്ഷിപ്ത താപവും വഴിയാണ് എന്ന് ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആർതർ ഹോംസ്. അപ്പോൾ ആർതർ ഹോംസ് അവതരിപ്പിച്ചിട്ടുള്ള ഒരാശയമാണ് ഭൂമിക്കകത്ത് നിന്ന് താപം പ്രവഹിക്കുന്നത് 2 സ്രോതസ്സുകളിൽ നിന്നാണെന്ന് ആദ്യമായിട്ട് ഒരു ആശയം ലോകത്ത് മുന്നിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ആർതർ ഹോംസ്. മറന്നു പോകരുത് കേട്ടോ, ആ ഒരു പേര് മറന്നു പോകരുത്. ആർതർ ഹോംസ് ലോകത്ത് ആദ്യമായിട്ട് ഒരു ആശയം അവതരിപ്പിച്ചു. എന്ത്? ഭൂമിക്കകത്ത് നിന്ന് താപം പ്രവഹിക്കുന്നത് പ്രധാനമായി 2 സ്രോതസ്സുകളിൽ നിന്നാണെന്ന്. അത് ആണവ അപചയവും അവക്ഷിപ്ത താപവും വഴിയാണെന്നാണ് ആർതർ ഹോംസ് പറയുന്നത്. ഇതാണ് പിന്നീട് ഈ ഒരു ആശയമാണ് പിന്നീട് ഹാരി ഹെസിന്റെ കടൽത്തറ വ്യാപന സിദ്ധാന്തത്തെ സ്വാധീനിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഹാരി ഹെസിന്റെ കടൽത്തറ വ്യാപന സിദ്ധാന്തം. അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന സ്വാധീനിച്ച ഒരു ആശയമാണ് ആർതർ ഹോംസ് ആദ്യമായിട്ട് അവതരിപ്പിച്ച ഭൂമിക്കകത്ത് നിന്ന് താപം പ്രവഹിക്കുന്നത് പ്രധാനമായി 2 സ്രോതസ്സുകളിൽ നിന്നാണെന്നുള്ള ആ ഒരു ആശയം. ആണവ അപചയവും അവക്ഷിപ്ത താപവും വഴിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഫലകത്തിനെ കുറിച്ചാണ്. അതോടെ കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആവും. 4 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മുടെ ഇന്ത്യൻ ഫലകവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. എവിടെയാണ് ഇന്ത്യൻ ഫലകം സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഉപദ്വീപും ഓസ്ട്രേലിയൻ വൻകരയുടെ ചില ഭാഗങ്ങളോട് ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഫലകം എന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇന്ത്യൻ ഉപദ്വീപും ഓസ്ട്രേലിയൻ വൻകരയുടെ ചില ഭാഗങ്ങളോട് ചേർന്നാണ്. അപ്പോൾ നമുക്കറിയില്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ താഴെയായിട്ട് വരുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അപ്പോൾ ആ ഓസ്ട്രേലിയൻ വൻകരയുടെ ചില ഭാഗങ്ങളും ഇന്ത്യൻ ഉപദ്വീപൂടെ ഉൾപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യൻ ഫലകം എന്ന് പറയുന്നത്. ഹിമാലയത്തിലെ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയം. ആ ഹിമാലയത്തിന്റെ നിമജ്ജന മേഖല എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു? സബ്ഡക്ഷൻ സോണ്. അപ്പോൾ ഹിമാലയത്തിലെ ആ ഒരു നിമജ്ജന മേഖല അല്ലെങ്കിൽ സബ്ഡക്ഷൻ സോണിനെയാണ് ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കേ അതിരെന്ന് പറയുന്നത്. ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കേ അതിരാണ് എവിടെ? ഹിമാലയത്തിന്റെ നിമജ്ജന മേഖല. അതേപോലെ മ്യാൻമറിലെ റാക്കിൻയോമ പർവ്വതനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് അതിന്റെ കിഴക്കനെതിര്. അതായത് ഇന്ത്യൻ ഫലകത്തിന്റെ കിഴക്കനെതിരെന്ന് പറയുന്നത് മ്യാൻമറിലെ റാക്കിൻയോമ പർവ്വതനിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കേ അതിര് എവിടെയാണ്? ഹിമാലയത്തിലെ നിമജ്ജന മേഖലയാണ് ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കേ അതിര്. എന്നാൽ കിഴക്കനെതിര് എവിടെയാണ്? മ്യാൻമറിലെ റാക്കിൻയോമ പർവ്വതനിരകളാണ് കിഴക്കനെതിര്. പടിഞ്ഞാറേ അതിര് പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതമാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഫലകത്തിന്റെ പടിഞ്ഞാറേ അതിര് എവിടെയാണ്? അത് ആ മാപ്പ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും ഈ പറഞ്ഞ കാര്യങ്ങൾ. പടിഞ്ഞാറേ അതിരെന്ന് പറയുന്നത് എവിടെയാണ്? പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതമാണ് പടിഞ്ഞാറേ അതിര്. ഇന്ത്യൻ ഫലകത്തിനും അന്റാർട്ടിക് ഫലകത്തിനും മധ്യയുള്ള അതിരിൽ പശ്ചിമ പൂർവ്വ ദിശയിൽ കിടക്കുന്ന ഒരു സമുദ്രമേടുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരിക്കലും മറന്നുപോയില്ല. ഇന്ത്യൻ ഫലകത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഉപദ്വീപും ഓസ്ട്രേലിയൻ വൻകരയുടെ ചില ഭാഗങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ ഫലകം. ഹിമാലയത്തിന്റെ നിമജ്ജന മേഖലയാണ് ഇന്ത്യൻ ഫലകത്തിന്റെ വടക്കേ അതിര്. മ്യാൻമറിലെ റാക്കിൻയോമ പർവ്വതനിരയാണ് കിഴക്കേ അതിര്. പാകിസ്ഥാനിലെ കിർത്താർ പർവ്വതമാണ് പടിഞ്ഞാറേ അതിര്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. സമുദ്രങ്ങളുടെയും വൻകരയുടെയും വിതരണം. ഈ ഒരു ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കുക, കാരണം സിലബസിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.